ഇന്ന് മഞ്ചേട്ടൻ പോയിട്ട് 26 ദിവസമായി. ഞാൻ ഇന്ന് മുതൽ ജോലിക്ക് പോകണം. എൻ്റെ ലീവ് തീർന്നു. 1-ാം തീയതി മുതൽ ജോലിക്ക് ജോയിൻ ചെയ്യണം. അപ്പം ഞാൻ ഓർക്കുക 2015 ഞാൻ സർവീസിൽ കയറുമ്പം പന്തളത്ത് എന്നെ കൊണ്ടുപോയതും മഞ്ചേട്ടനാണ്. മറ്റേ നമ്മൾ ജൂണിൽ സ്കൂളിൽ ചേർക്കാൻ മക്കളെ കൊണ്ടുപോകുന്ന പോലെ. അന്ന് എന്നെക്കാട്ടി കൂടുതൽ ടെൻഷനും വിഷമമായിരുന്നു മഞ്ചേട്ടന്. കാരണം എങ്ങനെയാ, അയ്യോ പിള്ളേരുണ്ട്, ഒത്തിരി പിള്ളേരൊക്കെ ഉണ്ട്, എങ്ങനെയാണെന്നൊക്കെയുള്ളത്. അത് കഴിഞ്ഞ് 17 തിരുവല്ലയിലോട്ട് വന്നപ്പോഴും ഞങ്ങൾ രണ്ടും കൂടെ പോയത്. എന്നിട്ട് എന്നെ കൊണ്ടുവന്ന് അവിടെ എല്ലാം ആക്കിയിട്ട് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. അയ്യോ ഇനി നാളെ വരത്തുള്ളല്ലോ, പെട്ടെന്ന് അങ്ങനെ മാറി നിൽക്കുന്ന അങ്ങനെയൊക്കെയുള്ള ആ ഒരിതായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും പോവുക. സത്യം പറഞ്ഞാൽ അന്ന് ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് സുമംഗലിയായിട്ട് പോയി. ഇന്ന് ഞാൻ വിധവയായിട്ടൊരു 2ാം ജന്മം പോലെ തന്നെയാണ് എനിക്ക്. പോകുമ്പോൾ ഭയങ്കര ടെൻഷനും വിഷമമൊക്കെ ഉണ്ട്. കാരണം ഞാനും പോയാലും വൈകിട്ട് മഞ്ചേട്ടൻ വരുമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ മക്കൾക്കും ആ ഒരു സന്തോഷമുണ്ട്. ഇപ്പം അമ്മയും അച്ഛനും ഒക്കെ ഉണ്ട്. അന്നും അവർ തന്നെയാണ് നോക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും, മഞ്ചേട്ടൻ വൈകിട്ട് വരും, ഞാൻ പോയിട്ട് പിന്നെ പിറ്റേ ദിവസമേ വരത്തുള്ളൂ. എന്നാലും ശരി, വൈകിട്ട് ആൾ വീട്ടിൽ വരും. വീട്ടിൽ വന്നു കഴിഞ്ഞ് ജോലി കഴിഞ്ഞിട്ട് എന്നെ വിളിക്കും. ഇനി അങ്ങനൊരു വിളിയും അങ്ങനൊരു പറച്ചിലും ഒന്നുമില്ല. എവിടെ ഇയാൾ വീട്ടിൽ വന്നോന്ന് ഞാൻ ചോദിക്കും. ഭയങ്കര വിഷമവും ടെൻഷനും, ഭയങ്കര ടെൻഷനാണ്. അവർക്കും മക്കൾക്കും ഒരു വിഷമം ഞാൻ പോകുന്നതിന്. പക്ഷേ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മളെ ജീവിതത്തോട് യുദ്ധം തുടങ്ങുക ഞാനിപ്പോൾ. സത്യം പറഞ്ഞാൽ ഇപ്പം ഇന്ന് മുതലാണ് യഥാർത്ഥത്തിൽ തുടങ്ങേണ്ടത്. എവിടെ ചെന്ന് നിൽക്കും, എങ്ങനെ നിൽക്കുമെന്നൊന്നും അറിയത്തില്ല. ഞാനിനി റെഗുലറായിട്ട് വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങും. കാരണം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചെറിയൊരു പ്രതീക്ഷ കൂടിയായത്. ഞാൻ ആ ഒരു പ്രതീക്ഷയിലൊക്കെയാണ് ഇത് തുടങ്ങിയതും. ഓരോരുത്തരുടെയും വീഡിയോ സക്സസ് കണ്ട് തന്നെയാണ് കേട്ടോ. അന്ന് എനിക്ക് ഫുൾ സപ്പോർട്ട് മഞ്ചേട്ടനാണ്. നീ വിജയിക്കും, നീ ചെയ്യെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം ഞാനിത് ഇനിയിപ്പം നമ്മൾ വീഡിയോകളൊക്കെ ഇടും. അപ്പം നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.